ആമ്മ എടാ സച്ചി, നീ ഇത് എവിടെ പോയി കിടക്കുക? ഇതാ വരുന്നമ്മ, ഇപ്പൊ വരാം. വേഗം വാ, അവരൊക്കെ നമ്മുടെ കാത്തു നിൽക്കാണ്. ഓക്കെ ഇതാ എത്തി. മോളെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞമ്മ, അതാ വരുന്നു. വൈകല്ലേ, അവരെത്താറായി. ഇല്ലമ്മ, ഞാൻ ദാ എത്തി. ഈ പെണ്ണിൻ്റെ ഒരു കാര്യം, ഒന്നിനും ഒരു ചൂടില്ലാത്ത ജാതി. അല്ല, അവൾ ഈ നേരത്തെ അവിടെ പോയി എന്തോ വാങ്ങിക്കാനെന്നും പറഞ്ഞ് അങ്ങാടി പോയതാ. വേഗം വരാൻ പറ, അവരൊക്കെ ഇപ്പം ഇങ്ങെത്തും. നിങ്ങൾ അവിടെ എങ്ങാനും പോയിരിക്കൂ, അവളിപ്പോൾ വന്നോളും. നിന്നെ തേച്ചൊടിച്ച് മറ്റോളല്ലത് എന്തോളെ ജാട, വെറുതെ അല്ല എന്നെ തേച്ചൊടിച്ച്. ഓക്കെ, പറ്റിയ അവസരം ഒന്ന് മുട്ടി നോക്ക്. വാ പണി. അങ്ങനെ അങ്ങ് പോയാലോ? രാഹുലെ സീനാക്കല്ലേ, മാറിക്ക്. പേരൊക്കെ ഓർമ്മ ഉണ്ടല്ലേ? എങ്ങനെ മറക്കാനാ ബ്രോ. മാറിക്ക് രാവിലെ. ഒരു സീനുമില്ല. എന്നെ തേച്ച് വേറൊരുത്തന്റെ കൂടെ പോവാന്നാണ് വിചാരിക്കണമെങ്കിൽ നടക്കില്ല. ഭീഷണിയാണോ? ഭീഷണിയാണെങ്കിൽ ഓല്ലേ, രാഹുലെ, ഒരു പ്രശ്നമില്ല. എന്നെ അടുത്തോടി. അളിയൻ ജീവിച്ചിരുന്ന കാലത്ത് വലിയ പുരോഗമനവാദി ആയതുകൊണ്ട് ചെക്കൻ്റെ ജാതകമൊന്നും എഴുതിച്ചിട്ടില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ജാതകമില്ല, അവർക്ക് അതിലൊന്നും വലിയ വിശ്വാസമില്ല. ഒക്കെ അവരെന്നെ പുരോഗമനവാദികളാണ്. കൂട്ടുകാരൻ എന്താ ചെയ്യുന്നത്? എന്നാൽ പിന്നെ സമയം കളയണ്ട, പെണ്ണിനെ വിളിക്കാം. മോളെ, ചാവടിക്ക്. കൊള്ളാലോ. എന്താ കൂട്ടുകാരൻ്റെ ഒരു സ്വകാര്യം? ഒന്നുമില്ല, ഇപ്പോഴത്തെ കാലത്ത് ചെക്കനും പെണ്ണും സംസാരിക്കുന്ന രീതി ഉണ്ടല്ലോ, അതിനെ കുറിച്ച് പറഞ്ഞേ. അതിനെന്താ, സംസാരിക്കാമല്ലോ. എന്നാ ചെല്ലടാ. അല്ല, ഇത് തൻ്റെ മൂന്നാമത്തെ പെണ്ണുകാണലാണെന്നല്ലേ പറഞ്ഞേ? മറ്റു രണ്ട് എന്താ സെറ്റായിരുന്നേ? അറേഞ്ച്ഡ് മാരേജ് ആവുമ്പോൾ നമ്മുടെ മാത്രം ഇഷ്ടത്തിൽ ഒതുങ്ങില്ലടോ. അത് ശരിയാ, എൻ്റെ രണ്ടാമത്തെ. അപ്പോൾ ആദ്യത്തെ പറഞ്ഞു അത് ഓരോ പൊരുത്തക്കേടുകൾ പറഞ്ഞ് അത് ഒഴിവായിപ്പോയി. അല്ല, ഞാനൊരു കാര്യം ചോദിക്കുന്നുണ്ടോന്ന് തോന്നരുത്. തനിക്ക് അഫെയർ വല്ലതും ഉണ്ടായിരുന്നു? സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നു. 2 വർഷം നല്ല മുടിഞ്ഞ പ്രണയം. അത് ശരി, എന്നിട്ട് എന്താ നോക്കായിരുന്നത്? ഞങ്ങൾ നല്ല ഫ്രണ്ട്സായിരുന്നു. പക്ഷെ ഫ്രണ്ട്ഷിപ്പിലുണ്ടായിരുന്നപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യം പിന്നെ റിലേഷൻഷിപ്പിലായിരുന്നപ്പോൾ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഈ പുരുഷ മേധാവിത്വം എപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ. അറേഞ്ച്ഡ് മാരേജിനെ സംബന്ധിച്ച് ഒരു പരിധി വരെ ഓക്കെയാണ്. പക്ഷെ നമ്മളൊരു ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ലവ് മാരേജുകൾ അധികം പരാജയത്തിലെത്തുന്നത്. അത് ശരിയാണ്. അത് മാത്രമല്ല, അവൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരുമാതിരി കിളി മാറിയ ഐറ്റംസാണ്. ഡ്രഗ്സ് എല്ലാം ഉണ്ട്. അതോടെ ഞാനാ വിട്ടു. നന്നായി. എന്ത്? അല്ല, അവരെ പൊള്ള വിട്ടുപിടിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. ഓ അങ്ങനെ. അല്ല, ഞാൻ കുറേ കാര്യങ്ങൾ സംസാരിച്ചല്ലോ, സച്ചിക്കൊന്നും സംസാരിക്കാനില്ലേ? തനിക്ക് വല്ല ലവറും ഉണ്ടായിരുന്നോ? 2-3 പേരൊക്കെ ഉണ്ടായിരുന്നു.
പക്ഷെ ഒന്നും സീരിയസ് ആയിരുന്നില്ല. ആ അപ്പോൾ ഈ കൂടിക്കാഴ്ച കൊണ്ട് ഒന്നും ആവില്ല എന്നർത്ഥം. ഇത് ഞാൻ അങ്ങോട്ട് പറയാൻ വരുമായിരുന്നു. നമുക്കൊന്നുകൂടി വിശദമായിട്ട് പരിചയപ്പെടണ്ടേ? ഓ പിന്നെന്താ? എന്നാ തൻ്റെ നമ്പർ പറ. താൻ ഗിറ്റാറിസ്റ്റ് ആണല്ലേ? ചെറുതായിട്ട്. വിനയം നടക്കട്ടെ, നമുക്ക് ഇറങ്ങിയാലോ? വിളിച്ചാ മതി. ആയിക്കോട്ടെ. അപ്പം എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി എന്നാ അപ്പോൾ ഒരു ദിവസം എല്ലാവരും കൂട്ടി വരും. വിളിക്കാം ഓക്കെ. വിളിക്കാം എന്നാ പറയാം. എന്നാൽ ശരി. ശരി എന്നാ ആയിക്കോട്ടെ. ശരി. ആമാ ഞാൻ ബസ് ഇറങ്ങി ഒരു ഓട്ടോ പിടിച്ചിട്ട് അങ്ങ് വരാം. മോളെ അച്ഛൻ്റെ പ്രശ്നത്തിൻ്റെ കൂടി വാങ്ങിയിട്ട് ആ ഓക്കെ ഓക്കെ. ആ ഇവിടെ ഒരു ഷോപ്പ് കാണാണ്ട്, ഞാൻ മേടിച്ചിട്ട് വരാം. ശരി ശരി. ഈ ടാബ്ലറ്റ് ഒന്ന് വേഗം എടുക്കണേ. എത്രയും 50. ഹലോ, എടാ നീ എവിടെയാ? ഞാൻ നമ്മളെ സ്ഥിരം കേന്ദ്രത്തിലുണ്ട്. എന്താടാ? മറ്റുള്ള നമ്മളെ ജല്ലിയിൽ വന്നിട്ടുണ്ട്. ഒറ്റയ്ക്കാണ്. ആണോ? നീ അവളെ സ്കെച്ച് ചെയ്യ്, ഞങ്ങളിപ്പോൾ എത്താം. ആ ഓക്കെ, ഞാൻ നോക്കാം. ഡാ വാടാ, ഒരു പണിയുണ്ട്. ഹർഷ, എന്തെവിടെ? ഞാൻ ചുമ്മാ കറങ്ങിറങ്ങിയതാ. ആ എവിടെ പോയി വരിക? ഞാൻ ഒരു ബർത്ത്ഡേ പാർട്ടി അങ്ങനെ വരും. അത് ശരി, വീട്ടിലേക്കാണ് ഇനി. എന്നാ കയറി ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ. നിങ്ങളവിടെ പോയി കിടക്കടാ. അവളൊരു ഉത്തരവോടെ ബൈക്കുമ്പോൾ കയറി പോയി. നിലമ്പൂർ മതിക്ക്. നീ അവളെ ഫോളോ ചെയ്യ്, ഞങ്ങളിതാ വരണു. ഡാടാ, അവളെ ഇറക്കിട്ടിട്ട് നീ പോടാ. എന്താ കാര്യം? അത് ചോദിക്കാൻ നീ ആരടാ? ഇത് ഞാൻ കെട്ടാൻ പോകുന്നോണ്ടാ. ആണോ? അപ്പൊ ഞാനാരാ? ഞാനാരടാ? ഞാനാരടാ? ഇല്ല, ഹർഷമാർക്ക് ഞാനാരടാ? കയ്യെടുക്കടാ. നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ പോവാം. നീ കയ്യെടുത്തോ? നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ പോവാം. അവളെ കിട്ടിയിട്ട് നീ ഇന്ന് പോവില്ല, മനസ്സിലായോ? അവളെ ഞാനുണ്ടാ, അവൾക്ക് ഞാനുണ്ടാ. ഞാനല്ലാതെ ഒരാളും അവളെ കൊണ്ടുപോവില്ലടാ. ഞാനല്ലാതെ ഒരാളും അവളെ കൊണ്ടുപോവില്ല, മനസ്സിലായോ? മനസ്സിലായോടാ? പോടാ.
എന്താടി? ഇനി നീ അറിഞ്ഞോ രാഹുലും ഫ്രണ്ട്സും പോയ ജീപ്പ് കൊക്കയിലേക്ക് മറിഞ്ഞു അത്രേ. എപ്പോ? ഇപ്പൊ 3 തീർന്നു കേക്കണേ.